ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കൊന്നൊരു പുതിയ വീഡിയോ എടുക്കാവേ. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ചാല്, നിങ്ങളോട് ആർക്കാണ് അസൂയുള്ളത്, അതായത് നിങ്ങളെ അസൂയോടെ നോക്കുന്നവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പേർക്ക് നമ്മളോടൊക്കെ അസൂയുണ്ട് അല്ലെ? അപ്പോ അസൂയുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാർഡിലൂടെ അല്ലെ. നിങ്ങൾക്കത് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കല്ലോ. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എന്റെ കൂടെ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവർക്ക് നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവര് പേഴ്സണൽ റീഡിങ്ങിന് വരാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കാണേണ്ട ടൈമിലായിരിക്കും ഇത് നിങ്ങളുടെ മുൻപിലേക്ക് വരിക. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് കാണാനായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു യോഗം ഉണ്ടാവുന്നത്, അപ്പോഴത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക കേട്ടോ. അപ്പൊ ഒരു വട്ടം കണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് കാണണമെന്ന് തോന്നുന്ന സമയത്തും ഇത് നിങ്ങളുടെ മുന്നിൽ എത്തുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ കാർഡുകളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നല്ലോണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാർഡുകൾ നോക്കാം. ഒന്നാമത്തെ കാർഡ് മജീഷ്യനാണ്. രണ്ടാമത്തെ 7 ഓഫ് കപ്പ്, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, എംപ്രസ്, ഹൈ പ്രീസ്റ്റസ്, 6 ഓഫ് സോർഡ്സ്, King of Pentacles, Balance, Emperor, 2 Cup. ഇത് കുറച്ച് കാർഡുകളുണ്ട്. സണ്ണ്, സ്ട്രെങ്ത്, ലവേഴ്സ്, 9 of Pentacles, 6 of Cup, Wheel of Fortune, 10 of Pentacles. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം. അപ്പോൾ ഇതിൽ കാണുന്നത് നിങ്ങളോട് ആർക്കൊക്കെയാണ് അസൂയുള്ളതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് അസൂയുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനാണ്. ഒരുപാട് പേർക്ക് നിങ്ങളോട് അസൂയ കാണുന്നുണ്ട്. നിങ്ങളോട് അസൂയ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കുറെ നാളുകളായിട്ട് ഓരോരോ മാജിക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ ലൈഫിൽ മാജിക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. എന്താ പറയുക, നിങ്ങളൊരു സ്റ്റാർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, അതായത് മറ്റുള്ളൊരാൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരുപാട് പേർക്ക് അസൂയയും കുശുമ്പുണ്ട്. നിങ്ങളൊരു സ്റ്റാർ ആവാം, സിനിമയിലോ സീരിയലിലൊക്കെ അഭിനയിക്കുന്നവരാവാം. നിങ്ങളൊരു മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട്, അതോടൊപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഏൺ ചെയ്ത് നല്ല ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയിൽ, അതായത് നല്ല രീതിയിൽ ഏൺ ചെയ്ത് സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് തന്നെ ഏൺ ചെയ്തിട്ട് നല്ലൊരു പൊസിഷനിൽ എത്തിയിരിക്കുന്ന ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരു അബണ്ടന്റ് എനർജിയൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്ത് പല പല വഴികളിലൂടെ, അതായത് പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്ത് നിങ്ങൾ പല വഴിയിലൂടെ നിങ്ങൾക്ക് എന്താ പറയുക, വരുമാന സ്രോതസ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ അധ്വാനിച്ച് നല്ല രീതിയിൽ എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്താണോ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നല്ലൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന് അസൂയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് അസൂയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നിങ്ങൾ ഉയർന്നുയർന്നു പോവുകയാണ്. ഓരോരോ പടവുകൾ കയറി പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു കിങ് ഓഫ് പെന്റിക്കിൾസ് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ഒക്കെ എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നത്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ താഴെ നിർത്തുന്ന വ്യക്തികളാണ്.
ഒരുപക്ഷെ നിങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിങ്ങൾ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവാം, പക്ഷെ ഒരിടത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കാതെ തിരിച്ചു പോരുവാണ്. കാരണം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷൻസ്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ ഹൈ ആണ്. അപ്പൊ നിങ്ങൾ ആരുടെയും കീഴിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളല്ല. അതായത് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ലീഡറായിട്ട് നിന്ന് നിങ്ങളുടെ താഴെ മറ്റുള്ളവരെ നിങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ലെവലിലുള്ള വ്യക്തികളായിട്ടാണ് എനിക്ക് നിങ്ങളെ ചില വ്യക്തികൾ, കുറച്ച് പേര്, എല്ലാവരും ആണെന്നല്ല, കുറച്ച് പേരെയൊക്കെ കാണുന്നത്. നല്ല സ്റ്റേൺ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തികളൊക്കെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ്, എക്സ്ട്രാ ഓർഡിനറി ആണ്. മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ. ലേഡീസും ഉണ്ട്, ജെന്റ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. മറ്റുള്ളവർ ആരും നിങ്ങളെ ഉപദേശിക്കുന്നോ എന്താ പറയുക ലീഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അവരുടെ വാക്കുകൾ ചെവിക്കൊള്ളുന്നവരല്ല. നിങ്ങളുടെ കരിയർ എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. അപ്പുറം ഇപ്പുറം അവരെന്ത് പറഞ്ഞു ഇവരെന്ത് പറഞ്ഞു എന്നൊന്നും നിങ്ങൾ കേൾക്കുന്നവരല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡിലൂടെ പോകുന്ന നിങ്ങൾ ഒരുപക്ഷെ ടീച്ചേഴ്സ് ആവാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ ടീച്ചിങ് പ്രൊഫഷനാക്കിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാവാം, മറ്റുള്ളവരെ ഹീല് ചെയ്യുന്ന വ്യക്തികളാവാം. ഹൈ ഡിവൈൻ പവർ ഉള്ള വ്യക്തികളായിട്ടാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയല്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന വ്യക്തികളാണ്. മറ്റുള്ളവരുടെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും മാജിക് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് മറ്റുള്ളവർക്ക് അസൂയുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് അസൂയുണ്ട്. ഫ്രണ്ട്സിൽ നിങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സ് നിങ്ങളെ ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്കാണ് നിങ്ങൾ കയറി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഫ്രണ്ട്സ് നിങ്ങളെ അസൂയയോട് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളോടൊപ്പം കളിച്ച് വളർന്നതാവാം, നിങ്ങളോടൊപ്പം സ്കൂളുകളിലൊക്കെ പഠിച്ച നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളോട് വളരെ അസൂയയോടെ നിങ്ങളെ നോക്കുന്നതായിട്ട് കാണും. അവർക്ക് നിങ്ങളോട് അസൂയുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അയൽപക്കത്തുള്ളവർക്ക് നിങ്ങളോട് അസൂയുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണോ നിങ്ങളുടെ അസൂയുള്ളവർ? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ സിസ്റ്റർ ആവാം, ബ്രദർ ആവാം, ബന്ധത്തിലുള്ളവർക്ക് പോലും നിങ്ങളോട് വളരെ അസൂയ. എന്താ കാരണം അവരെക്കാൾ ഒരുപാട് ഉയർന്നുയർന്ന് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഓരോ പടവുകളും വളരെ ഉയർച്ചയിലേക്ക് പോകുന്നു. നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും വളരെ നല്ല രീതിയിൽ പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് അസൂയ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് അസൂയ ഉള്ളതായിട്ട് കാണുന്നവർക്കൊക്കെ കേട്ടോ. പിന്നെ നിങ്ങളോട് അസൂയുള്ള ആരാന്ന് വെച്ചാൽ ഒരുപക്ഷെ ഡിവോഴ്സ് ചെയ്ത ആളുകളായിരിക്കാം, ജെന്റ്സ് ആൻഡ് ലേഡീസ്. അപ്പൊ നിങ്ങളുടെ മുൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നിങ്ങളുടെ മുൻ ഹസ്ബൻഡോ നിങ്ങളുടെ മുൻ വൈഫോ നിങ്ങളോട് അസൂയ ഉള്ളതായിട്ട് കാണുന്നു. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് മാരേജ് കഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം നല്ല സന്തോഷകരമായ അടിപൊളി ലൈഫാണ്. അത് കണ്ടിട്ട് നിങ്ങളുടെ മുൻ ഭർത്താവ് അല്ലെങ്കിൽ വൈഫിന് നിങ്ങളോട് അസൂയുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ ഇപ്പം എന്താ പറയാ അവർക്ക് വിഷമമുള്ളതായിട്ട് കാണുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടതില്ലായിരുന്നു എന്ന് തോന്നുന്നതായിട്ട് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിലവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തിയ പശ്ചാത്താപമുള്ള ചിലരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ആണെന്നില്ല, ചില വ്യക്തികൾക്കുണ്ട് കേട്ടോ. ആ ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ ആരൊക്കെയോ. പിന്നത്തെ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ് ലവ് ആണ്. നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ നിങ്ങളുടെ ലവിനാണ് പിന്നെ നിങ്ങളോട് അസൂയുള്ളത്. കാരണം നിങ്ങൾ അവരെ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷിച്ച സ്നേഹം തന്നിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു മാരേജിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷെ അവരുടെ ആ ഒരു ലൈഫ് അവർക്ക് അത്ര സന്തോഷകരമായിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ
നിങ്ങളോട് അവർക്ക് അസൂയുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നല്ലൊരു ഡിവൈൻ ലവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. ഇപ്പം നല്ല സ്നേഹമുള്ള ദൈവമായിട്ട് കണക്റ്റഡ് ആക്കിയിട്ടുള്ള ഒരു പ്യുവർ ലവ് നിങ്ങൾക്കായിട്ട് ലഭിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കാറില്ല, നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാറില്ലായിരിക്കും പക്ഷെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ വിഷമമുണ്ട്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, നഷ്ടപ്പെടുത്തണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്നുണ്ട്. അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ലൈഫാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആയി മാറിയിട്ടുണ്ടാവാം. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരെ ഉയർച്ചയിലെത്തിയിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടാവാം. നിങ്ങൾ എന്താ പറയുക, ഒരുപാട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ മുൻ ലവർക്ക് നിങ്ങളോട്, ലേഡീസ് ആൻഡ് ജെന്റ്സ് രണ്ടും ഉണ്ട് കേട്ടോ, നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മുൻ ലവർക്ക് നിങ്ങളോട് അസൂയുണ്ട്. ഇവിടെ ജെന്റ്സ് ആണെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ ലവ് പക്ഷെ നിങ്ങൾ എന്താ പറയുക, വലിയൊരു ഹൈ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി, ഒരു കിങ്ങിന്റെ എനർജിയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി വന്നതിന് ശേഷമാവാം നിങ്ങൾ ഇങ്ങനെ ഒരു എനർജിയിൽ എത്തിയിരിക്കുന്നത് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയ ഗ്രേറ്റ് സക്സസ് ആണ് വന്നിരിക്കുന്നത്. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആണ് വന്നിരിക്കുന്നത്. അതൊക്കെ കൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ലൈഫാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ സന്തോഷകരമായ ഒരു ലൈഫ് ആയിരുന്നു എന്റേതെന്ന് ഓർത്തിട്ട് നിങ്ങളുടെ അസൂയ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അവർക്ക് വിഷമമുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി. ഒരുപക്ഷെ അവരെ ഒരുപാട് ഉപദ്രവിക്കുകയും കുടുംബം നോക്കുകയൊന്നും ചെയ്യാത്ത ഒരു ഹസ്ബൻഡിനെ ആയിരിക്കാം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയില്ലെന്ന് ഓർത്തിട്ട് അവര് പശ്ചാത്തപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് അസൂയുണ്ട് എന്നാണ് കാണുന്നത്. ക്ഷമയുള്ള വ്യക്തികളാണ് കേട്ടോ, നിങ്ങൾ വളരെ ക്ഷമയുള്ളവരാണ്. ലൈഫ് നല്ല ബാലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. വളരെ സക്സസ്ഫുൾ ആണ് നിങ്ങളുടെ ലൈഫ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം. ഏതൊരു കാര്യത്തിനെയും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ അറിയാം. സെൽഫ് കൺട്രോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ അറിയുന്ന വ്യക്തികളാണ്. എക്സ്ട്രാ ഓർഡിനറി ആണ്, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ. എന്ത് കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് മാജിക്ക് കൊണ്ടുവരാനും ഏതൊരു പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പരിഹരിച്ചെടുക്കാൻ പറ്റും. ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നിമിഷം തന്നെ അത് നിങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ അത് ചെയ്തിരിക്കും. അങ്ങനെ ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ. പ്യുവർ ലവ് ആണ് നിങ്ങൾക്ക്. സ്നേഹിച്ചാൽ സത്യസന്ധമായിട്ട് തന്നെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ പിണങ്ങിയാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്ക്, അപ്പം നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും ആരോടും പിണങ്ങാറില്ല. പക്ഷെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു പിണക്കായിരിക്കും. പിന്നെ അവരെ ജീവിതത്തിലേക്ക് കൂട്ടത്തേയില്ല. ആ രീതിയിലുള്ള എന്നേക്കുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് കാണുന്ന കാർഡുകളിൽ. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഏതൊരു കാര്യത്തെയും മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിവുള്ളവരാണ്. നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുന്നവരാണ് കേട്ടോ. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. അപ്പോൾ അന്ന് നിങ്ങളെ അവോയ്ഡ് ചെയ്തവർ, നിങ്ങൾ ഒരുപാട് പേരുടെ അടുത്ത് സഹായത്തിനായിട്ട് കൈ നീട്ടിയിട്ടുണ്ടാവാം. വളരെ നിസ്സഹായാവസ്ഥയിലായിരുന്നിരിക്കാം നിങ്ങളെന്ന് തോന്നുന്നു ആ ഒരു സമയം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് പേരുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. പലരും നിങ്ങളെ കൈയൊഴിഞ്ഞു, നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, പലരും നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി വെച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ആ അവസ്ഥയിൽ അതൊന്ന് നിങ്ങൾ എന്താ പറയുക, ഒരു വിലയില്ലാത്തൊരു വ്യക്തി ആയിട്ടാണ് നിങ്ങളെ അവർ കണ്ടിരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തനിച്ചായിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആരും സഹായത്തിനില്ലാത്ത, ഒരുപക്ഷെ ഡിവോഴ്സ് ചെയ്തവരായിരിക്കാം, നിങ്ങൾക്ക് ആരും ഇല്ലാത്ത, അച്ഛനമ്മയും ആരും ഇല്ലാത്ത അനാഥരായിരിക്കാം, നിങ്ങൾ വിഡോസ് ആയിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആരും നിങ്ങളെ ചേർത്ത് പിടിക്കാനില്ലാത്ത ഒരു വ്യക്തിത്വത്തിനുടമ, അല്ലെങ്കിൽ ആരും നിങ്ങളെ ചേർത്ത് പിടിക്കാനില്ലാത്ത ഒരു വ്യക്തി ആയിരുന്നിരിക്കാം നിങ്ങൾ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. അന്ന് നിങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തികൾ
ആരൊക്കെയോ നിങ്ങളുടെ പല പല സമയങ്ങളിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയ വ്യക്തികൾ നിങ്ങളോട് ഇപ്പൊ അസൂയ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തികൾക്ക് ഇപ്പൊ നിങ്ങളോട് അസൂയ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇന്ന് നിങ്ങൾ അന്നത്തെ ആ ഒരു പൊസിഷനിലല്ല നിങ്ങൾ ഇന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിലൂടെ വന്നെങ്കിലും നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തോട് വളരെ അടുത്ത് നിന്ന് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ആരും സഹായിക്കാനില്ലായിരുന്നെങ്കിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തോട് അത്രമാത്രം നിങ്ങൾ അടുത്ത് നിന്നതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ദൈവത്തെ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിന്ന് നിങ്ങൾ സ്ട്രോങ് ആയി. ഓരോ പ്രശ്നത്തെയും ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ വളരെ ഈസി ആയിട്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക, അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഡ്രീം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സക്സസ്ഫുൾ ലൈഫ് തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളൊരു തീരുമാനം എടുത്തു. ആരും കൂടെ ഇല്ലെങ്കിലും മുന്നോട്ടേക്ക് എന്നൊരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയി. ദൈവം കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു തന്നു. പലരും നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടാവാം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാൻ പറ്റാത്ത, നിങ്ങൾക്ക് അസാധ്യമായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങളുടെ കൂടെ നിന്ന് ദൈവം ചെയ്തു തരുന്നതാണത്. കാരണം മറ്റുള്ളവർ നിങ്ങളെ നോക്കി നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് ഡിവൈൻ പവർ ഉള്ള വ്യക്തികളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അന്ന് അകറ്റി നിർത്തിയത്, അല്ലെങ്കിൽ നിങ്ങളെ അന്ന് അവോയ്ഡ് ചെയ്തവർ, നിങ്ങളെ മാറ്റി നിർത്തിയവർക്ക് ഇന്ന് നിങ്ങളോട് അസൂയുണ്ട്. അന്ന് അവരെ മാറ്റി നിർത്തേണ്ടായിരുന്നു, ചേർത്ത് പിടിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്ന ആളുകളുണ്ട്. അങ്ങനെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിപ്പം നിങ്ങളോട് അസൂയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ഒന്ന് കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിൽ അത്രമാത്രം നിങ്ങൾ എന്താ പറയാ, ഒരു സ്റ്റാർ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങൾ ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിലരൊക്കെ വിദേശത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളിപ്പോ വിദേശത്തായിരിക്കാം, യൂറോപ്യൻ കൺട്രീസിലോ അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിരിക്കാം, വലിയ പൊസിഷനിലായിരിക്കാം, ഫാമിലിയൊക്കെ ആയിട്ട് വലിയ പൊസിഷനിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് നല്ലൊരു ആർഭാടമായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങളുടെ ലൈഫ്. വളരെ ആർഭാടപൂർവ്വം നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനൊക്കെ കഴിവുള്ള വ്യക്തികളാവാം. ഒരുപാട് പേരെ നിങ്ങൾ ജോലി കൊടുക്കുന്നുണ്ടാവാം. വിദേശത്തേക്ക് നിങ്ങൾ ഒരുപാട് പേരെ ജോലിക്കായിട്ടൊക്കെ കൊണ്ടുപോയി ജോലി മേടിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലുള്ള ഒരു ജോബൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ആയിരിക്കാം നിങ്ങൾക്ക് എന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു നിലയിലൊക്കെ നിങ്ങൾ നല്ല ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരുപാട് താഴേന്ന് നിങ്ങൾ വളരെ ഉയർച്ചയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നല്ല അസൂയുള്ളതായിട്ടാണ് കാണുന്നത്. പിന്നൊരു നിങ്ങളുടെ അസൂയുള്ള ഒരു വ്യക്തി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഡീപ്പ് ലവ് ആണ്, നിങ്ങളുടെ ഒരു നല്ലൊരു പ്രണയം. അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലവ് തന്നെയാണ്. ആ ഒരു വ്യക്തി നിങ്ങളെ വളരെ എന്താ പറയുക, വളരെ ഹൈ ലെവലിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ ഒരു വ്യക്തി എനിക്ക് കാണുന്നത്. പക്ഷെ ഇപ്പൊ ഒരു വ്യക്തി നിങ്ങളെ ഓരോ സമയവും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ദൈവമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം എന്ന് തോന്നുന്നു, ഒരു ഹെൽപ്പിന്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കൊണ്ടൊരു ഹെൽപ്പിനായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ കൊണ്ടൊരു ഹെൽപ്പിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ചേർന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ യൂണിവേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഒത്തുചേരുന്നതിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് സെറ്റിൽ ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു രണ്ടുപേരുടെയും ചില കാര്യങ്ങൾ ഒരുപക്ഷെ പൂർത്തിയാകുന്നത് നിങ്ങളുടെ ഒരു കൂടിച്ചേരലിലൂടെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തികൾ യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന ഒരു ഡിവൈൻ ലവ് ആണ് തീർച്ചയായിട്ടും. പക്ഷേ ആ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് വലിയ പൊസിഷനിലുള്ള ഹൈ ലെവലിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളെ ആ ഒരു വ്യക്തി എത്ര കാര്യമായിട്ടല്ല നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ കണ്ടിട്ടില്ലായിരിക്കും. നിങ്ങൾ ആ ഒരു വ്യക്തിയോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഇത് നിങ്ങളോടില്ല. കാരണം അവർക്ക് ചേരേണ്ട ഒരു വ്യക്തി ആയിട്ട് അവര് കണ്ടിട്ടില്ല. ദൈവമായിട്ടാണ് നിങ്ങളെ കണക്റ്റഡ് ആക്കിയത്. അപ്പോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിലേക്ക് ചേരാൻ പറ്റിയ യോഗ്യതയുള്ളതായിട്ട് ആ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ
നിങ്ങളെ ഒരുപക്ഷെ ഒരു കുട്ടിക്കളിയായിട്ട് അല്ലെങ്കിൽ ഒരു നേരമ്പോക്കായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ കണ്ടിരുന്നത്, ഒരു പ്രണയമായിട്ടാണ് കണ്ടിരുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നതെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങള് പക്ഷെ അവര് ആക്ടിങ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് അവരുടെ ലൈഫിലൊരു ഇതിനു മുൻപ് ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവരും നേരത്തെ മാരേജ് കഴിച്ചിരുന്ന വ്യക്തി ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും കൂടെ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈഫിലൊരു വലിയ ട്രാജഡി അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര താല്പര്യം ഇല്ലാത്ത രീതിയിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കാം. എന്തോ ഒരു അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടതായിരിക്കും, കണ്ടുമുട്ടതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരുപക്ഷെ നിങ്ങളെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതൊരു നിങ്ങൾക്കൊരു ആശ്വാസമായിട്ടുണ്ടാവും. ഒരുപക്ഷെ തനിച്ചായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ തനിച്ചായിരിക്കുന്ന ആളുകൾ, ഇപ്പൊ ഡിവോഴ്സ് ചെയ്യോ അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ച ഒരു വ്യക്തികളൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഓരോരോ ബന്ധങ്ങളിലേക്ക് പോകുന്നത്. കാരണം ഒരു ആശ്വാസത്തിനായി. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ലൈഫിലേക്ക് വരുമ്പോൾ ഒരു ആശ്വാസമാണ് അല്ലെ. വെറുതെ ഒന്ന് ഒരു ഫ്രണ്ട്ഷിപ്പിലായാലും മുന്നോട്ടേക്കൊന്ന് സംസാരിച്ചല്ലേ ചാറ്റ് ചെയ്യൊക്കെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ആശ്വാസം, ലൈഫ് മുന്നോട്ട് പോകാനൊരു ആശ്വാസം ഉണ്ട്. ആരും ഇല്ലെന്ന് തോന്നിയിട്ട് ഒരു ആശ്വാസം. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ആശ്വാസം തോന്നി പക്ഷെ ലൈഫ് കുറച്ചുകൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഒരുപക്ഷെ നിങ്ങളൊരു ഡീപ്പ് ലവിലേക്ക് പോകും. അപ്പൊ അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവാം ആ വ്യക്തിക്ക്. പക്ഷെ എന്താ പറയാ, ഒരു വട്ടം ഒന്നോ രണ്ടോ വട്ടമൊക്കെ പ്രോബ്ലത്തിലേക്ക് ലൈഫ് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് അത് കൊള്ളാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ നല്ലൊരു എംപ്രസ് എനർജിയിലുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു അമ്മയാണ്. അതോടൊപ്പം നല്ല രീതിയിൽ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയൊക്കെയാണ് എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു അബണ്ടന്റ് എനർജിയാണ്. അങ്ങനെ നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയി നിങ്ങൾ ഒരു എന്താ പറയുക, വളരെ ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം കുറച്ചുനാൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോളോ ചെയ്തെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലവ് നിലം തോന്നിയത് കൊണ്ട് നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് പോയി. നിങ്ങൾ വളരെ ഒരു എന്താ പറയുക, ഒരു സക്സസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി. നിങ്ങളെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ പല രീതിയിലും വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നിങ്ങളെ. അപ്പോ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു റിയൽ ലവ് ആണ്. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഒരു ലവ് വരിക തന്നെ ചെയ്യും. അതാണ് 2 കപ്പ്. നിങ്ങൾ തമ്മിൽ കൂടി ചേരേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അത് ഡിവൈൻ കണക്ഷനാണ്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് ഫോക്കസ് ചെയ്ത് പോവാൻ. നിങ്ങളെ സ്നേഹിച്ച് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനാണ് പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കാനാണ് പറയുന്നത്. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോവുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ഡിവൈൻ കണക്റ്റഡ് ആണെങ്കിൽ, ദൈവം കൊണ്ടുവന്ന അതാണെങ്കിൽ അത് ദൈവം തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ അതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആക്കിക്കൊള്ളും. അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതാരും കൊണ്ടുപോകില്ല, നിങ്ങൾക്കായിട്ട് തന്നെ വന്നു ചേരും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിക്ക്, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോ ഒരു പരിഗണനയും തരാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് ടൈപ്പുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാൻ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തി മാറുന്നുണ്ട്. അപ്പോ ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ആ ഒരു വ്യക്തിയെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു അവസ്ഥ വരില്ല. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അങ്ങനെയാണ്. അവരുടെ വഴിയെ ഫോക്കസ് ചെയ്ത് പോകും. അവരുടെ സന്തോഷം, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ സന്തോഷമായിരിക്കും നിങ്ങൾക്ക് വലുത്. അപ്പോ സ്വന്തം സന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇപ്പൊ ആ ഒരു വ്യക്തിയെ ശ്രദ്ധിക്കാൻ നേരമില്ല, ആ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ നേരമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ ബിസിയാണ്, നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ആ ഒരു വ്യക്തി വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾ വളരെ മറ്റുള്ളവരെ അറിയപ്പെടുന്നവരാവാം, സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം എന്ന് തോന്നുന്നു. ഇൻഫ്ലുവൻസർ ആവാം നിങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാർ ആവാം. അങ്ങനെ നിങ്ങളുടേതായ കഴിവുകൾ ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോയി വലിയൊരു പൊസിഷനിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത്.
ജെന്റ്സ് ആൻഡ് ലേഡീസിന്റെ എനർജി ഉണ്ട് കേട്ടോ, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങളെ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇപ്പൊ ടൈമില്ല. അതുപോലെ നിങ്ങൾ ബിസി ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങളോട് അസൂയുണ്ട്. നിങ്ങളുടെ ആ ഒരു കരിയറിൽ നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്ന കണ്ടിട്ട് നിങ്ങളോട് അസൂയുള്ളതായിട്ടാണ് കാണുന്നത്. ഇത് ജെന്റ്സ് ആൻഡ് ലേഡീസിന്റെ എനർജി തന്നെയാണ്. അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലവ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ തോന്നിയത്. അല്ലെങ്കിൽ ഡിവൈൻ കണക്റ്റഡ് അല്ലാത്ത ലവ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പുറകെ ഫോളോ ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു വ്യക്തി നിങ്ങൾ അവോയ്ഡ് ചെയ്ത ഇട വഴിക്ക് പോകും. അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു, നിങ്ങളെ ശ്രദ്ധിച്ചു, നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ വഴിയെ നിങ്ങൾ പോയപ്പോഴത്തേക്കിനും ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഉയർന്നു പോവുകയാണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഉയർന്നു പോവുകയാണ്. അപ്പൊ അത് കാണുമ്പോഴത്തേക്കിനും അയാൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി നിങ്ങളുടെ പുറകെ ആ ഒരു വ്യക്തി വരും. ഉറപ്പായിട്ട് നിങ്ങളുടെ പുറകെ വരും. ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് അസൂയുണ്ട്. അപ്പൊ നിങ്ങളെ ഇപ്പോ സ്വന്തമാക്കാൻ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജി ആർക്കൊക്കെ ഉണ്ട്, നിങ്ങളുടെ ആ ഒരു കണക്ഷനിലുള്ള നിങ്ങളുടെ ആ ഒരു ലവ് ആർക്കൊക്കെയാണോ ഉള്ളത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അസൂയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ഇതാണ്: നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളോട് അസൂയ തോന്നണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങളെ മറ്റുള്ളവരെ നോക്കാതെ, മറ്റുള്ളവർ അവിടെ എന്ത് ചെയ്യുന്നു, എന്നോട് എങ്ങനെ പെരുമാറുന്നു, അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാം. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഫാമിലിയുടെ സന്തോഷം, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരൊക്കെയാണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ അച്ഛനോ അമ്മയോ മക്കളോ, അങ്ങനെ അല്ലെങ്കിൽ ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അവിടെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ അസൂയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ വളർന്നാൽ, മറ്റുള്ളവരെ മൈൻഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ ആ പവർ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ നിങ്ങളോട് അസൂയായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലുമൊക്കെ അസൂയുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ്. അതാണ് നിങ്ങളുടെ വിജയം. അപ്പോൾ മറ്റുള്ളവര് നിങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തികൾ, ആ വ്യക്തികളുടെ മുൻപിൽ അവർക്ക് അസൂയ തോന്നും വിധം നിങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വിജയം. ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവരൊക്കെ നിങ്ങളെ അകറ്റി നിർത്തിയത്. അത് ദൈവം ചെയ്തതാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അവരങ്ങനെ എന്നെ അകറ്റി നിർത്തിയത് ഇപ്പോൾ എനിക്ക് ഗുണമായി തീർന്നു. അതിന് അവരോട് നന്ദി പറയുക. അങ്ങനെ ആക്കി തീർത്ത ദൈവത്തിനോട് നന്ദി പറയുക. അപ്പൊ ഏതൊരു കാര്യത്തിനും ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഏതൊരു സംഭവം നമ്മുടെ ലൈഫിൽ നടക്കുന്നെങ്കിലും അതിനൊരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇപ്പൊ ആർക്കൊക്കെ നിങ്ങളോട് അസൂയുണ്ടോ, മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം നിങ്ങളുടെ ലൈഫിൽ പലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് വീൽ ഓഫ് ഫോർച്യൂൺ, സൺ, ഈ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആണ്, സൗഭാഗ്യങ്ങളാണ് ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത്. ഇനിയും ഒരുപാട് നിങ്ങളെ കണ്ട് നിങ്ങളോട് അസൂയപ്പെടുവാൻ പോവാണ് നിങ്ങളുടെ ചുറ്റിനുമുള്ളവര്, നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള എല്ലാവരും. ആ രീതിയിൽ നിങ്ങളുടെ ലൈഫ് ഇനി ഒരുപാട് മുന്നോട്ടേക്ക് പോവാണ്. നിങ്ങളൊരു സ്റ്റാർ ആവാൻ പോകുന്ന മറ്റുള്ളവരൊക്കെ അറിയപ്പെടുന്ന വലിയൊരു സ്റ്റാർ, ഒരുപാട് ഉന്നതിയിൽ എത്തേണ്ടവരാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, ആരും എന്റെ കൂടെ ഇല്ല, ഞാൻ തനിച്ചാണെന്നുള്ളൊരു സങ്കടമേ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ദൈവത്തിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് മുന്നോട്ടേക്ക് പോവുക. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും അതിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കണം. നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക, നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കുക. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ ആ ഒരു ലക്ഷ്യത്തിൽ എത്തുമെന്ന് നിങ്ങൾ ഉറച്ചു തീരുമാനം എടുക്കുക. അത് നിങ്ങൾക്ക് പറ്റുന്നത്രയും ഹാർഡ് വർക്ക് ചെയ്യുക. പറ്റുന്നില്ലാത്തെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുക. എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാം നമ്മുടെ ലൈഫിലേക്ക് വരാൻ ഒരു സമയമുണ്ട്. എല്ലാം നഷ്ടപ്പെടാൻ ഒരു സമയമുണ്ട്. അതുപോലെ എല്ലാം തിരിച്ചു വരാൻ ഒരു സമയമുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്തിനായിട്ട് കാത്തിരിക്കുക. നിങ്ങളുടെ സമയം എപ്പോഴാണോ ആ ഒരു സമയം വരുന്നിടം വരെ കാത്തിരിക്കുക.
അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളൊരാൾ അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാവും, ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും. സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഈ റീഡിങ് ആർക്കെങ്കിലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലൊക്കെ റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ റെസിനേറ്റ് ആവും. എനിക്കറിയാം ഈ ഒരു ലൈഫിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട്, ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അല്ലെങ്കിൽ ഈ ഒരു മറ്റുള്ള ഒരാൾ അസൂയപ്പെടുന്ന രീതിയിലേക്ക് എത്താനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സക്സസിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.